The following are various methods of redistribution അല്ലെങ്കിൽ reapportionment of service department cost to production department. നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 1ലേക്കും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 2ലേക്കും അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 1ലേക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുള്ള കോസ്റ്റിനെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ മെത്തേഡ് നോക്കാം. ഒന്ന് ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഉണ്ട്. മറ്റൊന്ന് സ്റ്റെപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഉണ്ട്. ദെൻ റെസിപ്രോക്കൽ സർവീസ് മെത്തേഡ് ഉണ്ട്. അപ്പൊ അതിൽ വരുന്നതാണ് റെസിപ്രോക്കൽ മെത്തേഡിൽ വരുന്നതാണ് ഒന്ന് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. നമുക്ക് പഠിക്കാം സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ്. Then repeated distribution method, then trial and error methods. So these are the important redistribution techniques. Service departmentil നിന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർഹെഡിന് എത്തിക്കാനുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അതില് പിന്നെ ആദ്യത്തെ മെത്തേഡ് ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. Under this method, the cost of service departments are directly apportioned to production departments without taking into consideration any service from service department to another service department. ഇവിടെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 1, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 2, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 3, then സർവീസ് ഡിപ്പാർട്ട്മെന്റ് 1, സർവീസ് ഡിപ്പാർട്ട്മെന്റ് 2. അപ്പൊ ഇവിടെ 10 രൂപ ഓവർഹെഡ് നമ്മൾ അവിടെ ക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് ആസ് പെർ ഏത് ഡിസ്ട്രിബ്യൂഷൻ, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇവിടെ ഒരു 20 റുപ്പീസും ഉണ്ട്. അപ്പൊ ഇവിടെ ഓൾറെഡി 50 റുപ്പീസ് ഉണ്ട്, ദെൻ 40 റുപ്പീസ് ഉണ്ട്, 30 റുപ്പീസ് ഉണ്ട്. സോ ദിസ് ഈസ് ആസ് പെർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഈ 10 രൂപയെ ഞാൻ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇവിടെ -10 ഇട്ടു. അപ്പൊ ഇതിനെ നമുക്ക് എന്തെങ്കിലും ബേസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യും, സർവീസ് ഡിപ്പാർട്ട്മെന്റ് 3 എണ്ണത്തിലേക്ക്, അതായത് 3, 3, 4 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ക്ലിയർ? ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 20 ഉണ്ട് അല്ലെ, -20 ഇട്ടു. എടാ സർവീസ് ഡിപ്പാർട്ട്മെന്റ് 2 ക്യാൻസൽ ചെയ്യാണ്. അപ്പം ഈ 20നെ ഞാൻ എന്ത് ചെയ്തു, 10, 5, 5. ഞാനിവിടെ ഇഗ്നോർ ചെയ്യുന്നല്ല, ഞാനിവിടെ പരിഗണിക്കാത്ത ഒരു കാര്യമുണ്ട്. വെദർ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് സപ്പോർട്ടിങ് അനദർ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. S1നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ S1 S2നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ, ഇത് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ പരിഗണിക്കില്ല. നേരിട്ട് എന്ത് ചെയ്യും, നമ്മള് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കും. അതാണ് എന്ത്, ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് വന്നാൽ. എങ്ങോട്ട് പോവില്ല, സർവീസിൽ നിന്ന് മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും ഇങ്ങനെ പോവില്ല. ക്ലിയർ? എങ്ങനെ പോവുള്ളൂ, സർവീസ് നിന്ന് പ്രൊഡക്ഷനിലേക്ക് മാത്രമേ പോവുള്ളൂ. എങ്ങോട്ട് പോവില്ല, മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവില്ല. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണെന്ത്, ഡയറക്റ്റ് പ്രൊഡക്ഷൻ. എങ്ങോട്ടേക്കില്ല, സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കില്ല. Thus, proper apportionment cannot be done on the assumption that service department do not serve each other, and as a result of production department may either be overchanged or undischarged. Then the share of each service department cannot be ascertained accurately for control purpose. Budget for each department cannot be prepared thoroughly. Therefore, department overhead rates cannot be ascertained correctly. അപ്പൊ ഇത് നമ്മൾ ഇത് ഓവർഹെഡ് എക്സാക്ട് ആയിട്ട് അല്ല, അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സർവീസ് ഡിപ്പാർട്ട്മെന്റ് നേരെടുത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരെന്താണ്, ഡയറക്റ്റ് റീഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ക്ലിയർ ആണോ? നമുക്കൊരു പ്രോബ്ലം നോക്കാം. നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ABC ഉണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെന്റ് DE ഉണ്ട്. ഇവിടെ കുറെ ബേസസ് തന്നിട്ടുണ്ട് അല്ലെ. നേരത്തെ ഡയറക്റ്റ് വേജ് ഉണ്ട്, ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, സ്റ്റാഫ് ഉണ്ട്, ഇലക്ട്രിസിറ്റി,
കിലോ വാട്ട്സ് ഉണ്ട്, ലൈറ്റ് പോയിന്റ്സ് ഉണ്ട്, അസറ്റ് വാല്യൂ ഉണ്ട്, ഏരിയ ഒക്യുപ്പൈഡ് ഉണ്ട്. നമുക്കറിയാലോ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ദീസ് ആർ ദി ബേസസ് അല്ലെ? ഓക്കെ. ഇവിടെ ദി എക്സ്പെൻസസ് ഫോർ ദി പീരീഡ്. ഞാൻ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല, കാരണം നമ്മൾ അടുത്ത ടേബിളിൽ എന്തുണ്ടാവും, അതിൽ ഇൻപുട്ട് കൃത്യമായിട്ടുണ്ടാവും. ഇവിടെ കുറെ എന്ത് വന്നിട്ടുണ്ട്, എക്സ്പെൻസ് വന്നിട്ടുണ്ട്. മോട്ടീവ് പവർ റുപ്പീസ് 550, ദെൻ ലൈറ്റിംഗ് പവർ 100 റുപ്പീസ്. കുറെ എക്സ്പെൻസ് ഇവിടെ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നടത്തി കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അത് ചെയ്യുന്ന മെത്തേഡ് നമുക്കറിയാം. നോക്കിയേ, പ്രൊഡക്ഷൻ ഓവർഹെഡ് ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, സർവീസ് ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഡയറക്റ്റ് വേജസും ഡയറക്റ്റ് മെറ്റീരിയലും നമ്മൾ നേരെ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചാർജ് ചെയ്തു. അതിന്റെ ടോട്ടൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂ. മോട്ടീവ് പവർ ടോട്ടൽ വരുന്ന 550 ആണ്. അപ്പൊ മോട്ടീവ് പവർ വരുന്നത് എന്താണ്, കിലോ വാട്ടിന്റെ അടിസ്ഥാനം. ഇവിടെ മുകളിൽ നമ്മളെ ബേസ് ഉണ്ടല്ലോ. ഓക്കെ, മുകളിൽ ഏതാ ബേസ്? ഇതാ ഇലക്ട്രിസിറ്റി കിലോ വാട്ട്സിലാണ്. അപ്പം ഇതിന്റെ മുകളിൽ നമ്മൾ റേഷ്യോ ഫിറ്റ് ചെയ്യും. ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇതെന്താണ്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത്, ശരിയല്ലേ? ഇതെന്താണ് നടത്തിയിരിക്കുന്നത്? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഈ 550 നമ്മൾ എന്ത് ചെയ്തു? എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വീതിച്ചു. ക്ലിയർ? എവിടെ ഉള്ളതിന് ഈ 100 രൂപ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോഴ്സ് ഓവർഹെഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആംനിറ്റീസ് ടു സ്റ്റാഫ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഡിപ്രീസിയേഷൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. റിപ്പയർ, ജനറൽ ഓവർഹെഡ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കും. ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് വിളിക്കുക. എന്താ പറയാ? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനിയാണ് നമ്മൾ സെക്കൻഡറിയിലേക്ക് കടക്കുന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം ഇത്ര ഓവർഹെഡ് ഉണ്ടായിരുന്നു അല്ലെ? ടോട്ടൽ ഓവർഹെഡ് ഇത്ര ഉണ്ടായിരുന്നു അല്ലെ? അതിനെ നമ്മൾ എന്ത് ചെയ്തു? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുത്തു. ക്ലിയർ? ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? സർവീസ്. ഇതോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മള് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകണം അല്ലെ? അപ്പൊ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല, സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഈ കോസ്റ്റിനെ മറ്റൊരു സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മള് നേരെ എടുത്തിട്ട് എന്ത് ചെയ്യണം? മറ്റു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ വീതിച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൃത്യമായിട്ട് ബേസ് എടുത്തിട്ടുണ്ട്. ഈ ബേസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വീതിക്കുന്നത്. അപ്പൊ ആദ്യം ഞാൻ ചെയ്യുന്നത്, ഓക്കെ, ഇവിടെ ടോട്ടൽ വന്നിരിക്കുന്ന എത്രയാണ്? ഓക്കെ, ഇവിടെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ടോട്ടൽ വന്നിരിക്കുന്ന 6010 രൂപയാണ്. ആ 6010 രൂപയെ ഞാൻ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ഇവിടെ ബ്രാക്കറ്റ് ചെയ്തതിന്റെ അർത്ഥം എന്താണ്? മൈനസ് ചെയ്താണ് അല്ലെ? മൈനസ് ചെയ്തു. അപ്പൊ ഇവിടെ 0 ആയി പോകും, ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ആ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഫണ്ട് മുഴുവൻ നമ്മൾ എടുത്തു, ഓവർഹെഡ് മുഴുവൻ എടുത്തു. എന്നിട്ട് ആർക്ക് കൊടുത്തു? നമ്മൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 1നും 2നും 3ക്കും നമ്മൾ വീതിച്ചത് 3:3:4. ക്വസ്റ്റ്യൻ ഉണ്ട് ഏതാണ് ബേസ് എന്നുള്ളത്. ആ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു? വീതിച്ചു കൊടുത്തു. അതിനുശേഷം ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ 4515 രൂപയുണ്ട്. അതെടുക്കണ്ടേ? അതെടുത്തു, ബ്രാക്കറ്റ് ഇട്ടു. എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആയി പോയി. അതെടുത്തിട്ട് എന്ത് ചെയ്യണം? 3:1:1, അതായത് ഡിപ്പാർട്ട്മെന്റ് ഡിയിലുള്ള ഓവർഹെഡിനെ നമ്മൾ എന്ത് ചെയ്തു? വീതിച്ചു കൊടുക്കുകയാണ്. ഏത് റേഷ്യോയില്? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ റേഷ്യോയിൽ നമ്മൾ മറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വീതിച്ചു കൊടുത്തു. അതിനുശേഷം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എമൗണ്ടിനോട് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം കുറച്ച് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റും വേറെയും കുറെ എമൗണ്ട് കിട്ടിയില്ലേ? അത് നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ?